എടുത്തോളാം. എന്നെ കേക്ക് എത്ര കൂടിയ ആളുകൾ പറഞ്ഞിരിക്കുന്നു, നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നോട് കളിച്ച ഒരുത്തനും നേരെ പോയിട്ടില്ല. അവനെ എവിടെങ്കിലും വെച്ച് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് പറയുന്നത്, രഹസ്യമല്ലെന്നേ, പരസ്യമായിട്ട്, നാണമില്ലാതെ, സുവിശേഷം എന്താണെന്ന് അറിയാൻ മേലാതെ വിളിച്ചു പറഞ്ഞ ഈ സമൂഹം, നിങ്ങൾ പറ, ഇവർ യേശുവിൻ്റെ കൂടെ പോവോ? അയാൾ നേതാവായിരിക്കാം, അയാൾ ഭരണാധികാരിയായിരിക്കാം, അയാൾ സമൂഹത്തിന്റെ ഉന്നതനായിരിക്കാം. ഞാൻ ഈ വചനത്താൽ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിക്കാൻ അയാൾക്ക് പറ്റില്ല. വൈരാഗ്യം കാണിക്കുന്നവൻ, പക വീട്ടുന്നവൻ, യേശുവുമായി ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ! യേശുവിന്റെ സ്വഭാവമില്ലാത്തവന് യേശുവിന്റെ കൂടെ പോകാൻ പറ്റില്ല. ഇതിനകത്ത്, നമ്മുടെ അകത്ത് കാണും പക, വിദ്വേഷം, പകരം വിട്ടാനുള്ള ആഗ്രഹം. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കണ്ണുനീരോടെ, കൈപ്പോടെ ഏറ്റു പറഞ്ഞു, സോറി ദൈവമേ, ഒരിക്കലും ഇനിമേലാൽ ഞാൻ ചിന്തിക്കില്ല എന്ന് പറയുവാൻ ഇന്ന് പകൽ ഇതിനകത്ത് ആളുണ്ടോ? ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇവിടുത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ ആത്മാവിന്റെ ഉയർച്ച ഉണ്ടാവും. ഒരു മാറ്റമുണ്ടായാൽ ഇതിനകത്തൊരു മഹത്വം ഇറങ്ങി വരും. ഞാൻ സത്യം പറയുകയാണ്, ഇതിനകത്തൊരു മഹത്വം ഇറങ്ങി വരും. ഈ ശരീരത്തിനകത്ത് ഇറങ്ങി വരും. ഞാൻ കേവലം ആത്മാവിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ ശരീരത്തിനകത്ത് ഇറങ്ങി വരും. വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ലേ വിളിച്ചു പറയാനുള്ളത്. ഞാൻ എടുത്തു പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്ന ഈ സത്യം ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളന്മാർ വരെ അനുഭവിക്കാവുന്ന സത്യമാണ്. ദൈവത്തിനകത്ത് താമസിക്കുന്നവരുടെ കൈ പറയുന്നത് എന്റെ കയ്യിൽ ദൈവം നമ്മുടെ സാന്നിധ്യം. ഇതിന് വിപരീതമായി ജീവിക്കാൻ പറ്റില്ല. എന്റെ കാലിൽ ദൈവത്തിന്റെ സാന്നിധ്യം, എന്റെ കുടലിൽ ദൈവത്തിന്റെ സാന്നിധ്യം, എന്റെ അധരങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം. തിരിച്ചറിയത്തക്ക ഒരു ദൈവ മഹത്വം വരും. വെറുതെ വരില്ല. കേവലം ഇവിടെ താമസിക്കരുത്, ഇവിടെ വെച്ച് സ്വർഗത്തിൽ താമസിക്കണം. ഒരു സ്വർഗമണ്ഡലം ഇവിടെ ആക്കിക്കൊണ്ട് വരണം. സ്വർഗമണ്ഡലം ഇവിടെ ആക്കിക്കൊണ്ട് വരാം. നമ്മൾ യേശുവിനെ പോലെ പറ്റുമോ? ഇത് പറ്റും. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഭയങ്കര ബഹുനില കെട്ടിടങ്ങളില്ലേ, ഇവിടെ 4 നില വരെ ലിഫ്റ്റ് ഇല്ലാതെ പോകാം, ഇല്ലേ? 4 നില കഴിഞ്ഞാൽ ലിഫ്റ്റ് വേണം. കാരണം ചെറുപ്പക്കാർ, പിള്ളേരൊക്കെ ഒന്ന് ഓടിക്കയറുമായിരിക്കും. എന്നാലും ഒരു പരുവായ പിന്നെ കയറത്തില്ലല്ലോ. നീ ചെറുപ്പക്കാർ പിള്ളേർ 100 നിലയുടെ മണ്ടയ്ക്ക് കയറുമോ? പറ്റില്ലല്ലോ, പറ്റില്ല. എന്നാലേ 100 ഇനി അങ്ങ് ആകാശം മുട്ട ഒരെണ്ണം ഉണ്ടാക്കിയാലും, ഇന്നിപ്പോൾ അങ്ങനെ ഇല്ല, വലിയൊരെണ്ണം ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ മണ്ടയ്ക്കും പൊയ്ക്കൂടെ? ഏത് വല്യമ്മച്ചിക്കും പൊയ്ക്കൂടെ? ഇല്ലേ? വൈകല്യം ഭവിച്ച ഒരാൾക്കും പൊയ്ക്കൂടെ? എന്ത് വേണം? എലവേറ്ററിലോട്ടൊന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. വീൽ ചെയറിലാന്നേലും വേണ്ടില്ല, അങ്ങോട്ട് കൊണ്ടുപോകണം. ആ ബട്ടൺ അമർത്തണം, ഒരു പോക്ക് പോലെ. ആർക്കും കയറിക്കൂടെ മോളിൽ? അങ്ങനല്ലേ? അയ്യോ, ഞാൻ ഒരു വാക്യം പറയാം. യെശയ്യാപ്രവചനത്തിൽ വാക്യമുണ്ട്, 7-8 വാക്യമാവും. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. തമ്മിലുള്ള വ്യത്യാസം പറയാവോ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളിൽ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാണ്. ഞാൻ നാടൻ മലയാളത്തിൽ അങ്ങ് പറയാം, ദൈവത്തിന്റെ വഴി അങ്ങ് മണ്ടയ്ക്ക്, നമ്മൾ നടക്കുന്നത് തറയിൽ നടക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വഴിക്ക് കയറണമെന്നും പറഞ്ഞ് കാലെടുത്ത് പൊക്കിയാലേ എത്രയും പൊങ്ങും. ഏറ്റവും വലിയ അഭ്യാസി പൊക്കിയാലേ അയാളുടെ തലവരെയല്ലേ പൊങ്ങുള്ളൂ. കണ്ടിട്ടില്ലേ അഭ്യാസികൾ കാല് പൊക്കുന്നത്? അയാളുടെ തലവരെ പൊങ്ങും. ഇപ്പൊ ഞാൻ പൊക്കിയ ഇവിടം വരെയല്ലേ പൊങ്ങുള്ളൂ, എൻ്റെ കാല് പൊങ്ങത്തില്ല. അതിനുള്ള അഭ്യാസം ഒന്നും എനിക്കില്ല. റൈറ്റ്? എൻ്റെ കാല് പൊങ്ങിയ പരമാവധി 2 അടി പൊങ്ങും, അതിൽ കൂടുതൽ പൊങ്ങില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഏറെക്കുറെ പലർക്കും അങ്ങനെ ആയിരിക്കും, പിന്നെ ഇച്ചിരി വ്യത്യാസം കണ്ടേക്കും. ഇനിയും ഇതങ്ങനല്ലല്ലോ, അങ്ങ് മണ്ടക്കല്ലേ ദൈവത്തിന്റെ വഴി. അവിടെ അങ്ങനെ കയറും. അവിടെ കയറാനാണ് ഈ ആത്മാവ്. അങ്ങോട്ട് കൊണ്ട് നിർത്തി സ്വിച്ച് അങ്ങോട്ട് അമർത്തണം, ഒരു പൊക്ക്. അവിടെ കൊണ്ട് ആത്മാവ് നിർത്തിയാ പിന്നെ അവിടെ പോയിക്കൂടെ? എനിക്ക് കഴിയില്ലെന്ന് എന്തിനു പറയണം? ആത്മാവിനെ വെറുതെ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ തന്നിരിക്കുന്ന ഒറ്റ പൊക്കുപൊക്കാൻ, ദൈവത്തിന്റെ വഴിക്ക് കൊണ്ട് നിർത്താൻ, ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കാൻ അതിനുള്ള കൃപ പരിശുദ്ധാത്മാവിലുണ്ട്. ഇന്നത്തെ സമൂഹം അറിയണമേ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. പേരിന് അഭിഷേകം പ്രാപിച്ച പോരാ,
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 24 മണിക്കൂറും ഇതിനകത്ത് തിങ്ങി നിറയുന്ന ഒരു അഭിഷേകം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറയുന്നവരും 24 മണിക്കൂറും ഇതിനകത്ത് തിങ്ങാത്ത ആ അനുഭവമുള്ളവർ അത് പോരാ എന്ന് വെച്ചിട്ട് അടുത്തിയല്ലൂ 24 മണിക്കൂറും ഇതിനകത്ത് ദൈവം നിറഞ്ഞു നിൽക്കട്ടെ. കൈ പറയട്ടെ, ദൈവ സാന്നിധ്യം. എവിടെ തൊട്ടാലും ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പുറപ്പാട്. ആത്മാവിൽ തൊടാൻ പറ്റാത്തടത്ത് എന്റെ കൈക്ക് തൊടാൻ പറ്റില്ല എന്ന് കൈ പറയട്ടെ. നാക്ക് പറയട്ടെ, ആത്മാവിന് പറയാൻ ഇഷ്ടമില്ലാത്തത് എന്റെ നാക്കിന് പറയാൻ പറ്റില്ല. തയ്യാറാണോ? എനിക്ക് ദിവസങ്ങൾ നിങ്ങളോട് പങ്കിടാനുള്ളത് യേശുവിനെ പോലെ ജീവിക്കൂ. അതിന് ചില വഴികളാണ് അടുത്ത ദിവസങ്ങളിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ദൈവം ഒരു ഉണർവ് വരുത്തുന്നു. ആ ഉണർവ് കേവലം അന്യഭാഷയുടെ ഒരു ഉണർവല്ല, ആരാധനയ്ക്ക് ഒരു ഇറക്കപ്പരുക്കത്തിന്റെ ഉണർവല്ല, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ സമൂല രൂപാന്തരത്തിന്റെ ഒരു ഉണർവ്. ആദിമ നൂറ്റാണ്ടിലെ ജീവിതത്തിന്റെ ഒരു മടങ്ങി വരവ്, ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധിയുടെ ഒരു മടങ്ങി വരവ്, ആദിമ നൂറ്റാണ്ടിലെ ഉപദേശത്തിന്റെ ഒരു മടങ്ങി വരവ്. ആമേൻ. ഞാൻ എടുത്തു പറയുന്നത് തുള്ളലും ബഹളവും ആട്ടവും ചാട്ടവും അല്ല. അത് വേണം, തുള്ളല് വേണം, ആട്ടം വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുലുങ്ങാതെ ഒറ്റ മയിൽക്കുറ്റി ഇരിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതല്ല ഉണർവ്. ഉണർവെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവവചനം വിട്ട് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ എന്റെ അകത്ത് ദൈവം ഇറങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ പുസ്തകത്തിന് വിപരീതമായി ഒരു സെക്കൻഡ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നെ ദൈവം സന്ദർശിച്ചിരിക്കുന്നു. വലിയൊരു ആത്മപ്രവൃത്തി വരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ തകരാറുള്ള ഒത്തിരി ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ പലരും ഉണ്ടായിരിക്കുമെങ്കിലും എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, കുറച്ചു കാലത്തെ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത് ആത്മജീവിതത്തിന് ഗൗരവം കയറിയ മനുഷ്യരെ ഞാൻ കണ്ടിരിക്കുന്നു. ഭയങ്കര ഗൗരവം കയറിയവരെ. ഒരു സെക്കൻഡ് ആത്മകൃപയ്ക്ക് വിപരീതമായി ജീവിക്കാൻ തയ്യാറല്ലാത്ത അനേകം മനുഷ്യരെ ഞാൻ ഇന്ത്യയിൽ കണ്ടിരിക്കുന്നു. ആമേൻ. എവറി മോമെന്റ് അവർ ആത്മാവിൽ ഗൗരവമുള്ളവരാ. ആത്മശക്തി വിട്ട് അവർ ജീവിക്കില്ല. രാത്രി ജീവിക്കില്ല, പകൽ ജീവിക്കില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ ദൈവം വേർതിരിക്കുന്നു. ഇവിടെയും എഴുന്നേൽക്കട്ടെ ചിലർ. ഇവിടെയും ഉണ്ട് അതിന് ജനം. ശേഷിപ്പ് ഇവിടെ ഉണ്ട്, എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഉണ്ട് ശേഷിപ്പ്. നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, പിടിച്ചു നിൽക്കൂ. ഹല്ലേലൂയ. Lahada karubu shaira samdu la turubu shantaru halaga durubu shantara lukurubu shania. Hallelujah, hallelujah. ഒന്നെഴുന്നേറ്റ് നിൽക്കുമോ? ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നെഴുന്നേറ്റ് നിൽക്കുമോ? ആരോഗ്യമുള്ളവർ, ആരെങ്കിലും ക്ഷീണമുള്ളവരുണ്ടെങ്കിൽ ഇരുന്നോളൂ. ബാക്കിയുള്ളവരൊന്നും എഴുന്നേറ്റ് നിൽക്കുമോ? സൗദി അറേബ്യയിൽ ദൈവത്തിന്റെ സന്ദർശനത്തിന് ദിവസങ്ങൾ വരുന്നു, ആത്മപ്രവൃത്തിയുടെ ദിവസങ്ങൾ വരുന്നു, രൂപാന്തരത്തിന്റെ ദിവസങ്ങൾ വരുന്നു. യേശുവിനെ പോലെ ചിലരെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം രാജ്യത്തിന്റെ മേൽ വരുന്നു. അതൊന്ന് വിളിച്ചു പറയുവാൻ ഒരു പ്രവാചകനായി എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അത് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു. ലമരഹസ്തുനിയ. ആത്മജീവിതത്തിൽ പലരുടെയും വിമർശന നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തം വീർപ്പുമുട്ടിയ ചിലരുണ്ടല്ലോ. ചുമലി പിടിച്ച് അമുക്കി പൊങ്ങാൻ സമ്മതിക്കാതെ ആ ആത്മമണ്ഡലത്തെ ഒതുക്കുന്ന ചില മനുഷ്യരുടെ സമ്മർദ്ദങ്ങൾ, ചില ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ സമ്മർദ്ദങ്ങൾ ഇപ്പ ഈ മുറിക്കകത്ത് അതിന്റെ ബലം ക്ഷയിച്ചു പോകുന്നു. Stotram, 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 stotram. Gloria la baseri coro la basharia coro. La madera la bashakara sempre.
രഖം ശുരു